നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആണ്. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24-നകത്താണ് ഡിസ്ക്ലോഷർ ഓഫ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻറ്റിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺസ് അല്ലെങ്കിൽ എൻറ്റിറ്റീസ് ഇൻഡിവിജ്വൽസ് ഉണ്ടാവും. റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് എന്ന് പറയും അതിന്. ആ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഒരു എൻറ്റിറ്റിയുടെ ഫിനാൻഷ്യൽ പൊസിഷനെയും പ്രോഫിറ്റ് ആൻഡ് ലോസിനെയും എഫക്റ്റ് ചെയ്യും. സോ റിലേറ്റഡ് പാർട്ടീസ് എൻ്റർ ചെയ്യുന്ന ട്രാൻസാക്ഷൻസ് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നാണ് പറയണത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ആ എൻറ്റിറ്റീൻ്റെ ഫിനാൻഷ്യൽ പൊസിഷനെയും പ്രോഫിറ്റിനെയും ലൂസിനെയും ആ റിലേഷൻഷിപ്പ് എഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. എൻറ്റിറ്റിയുടെ ട്രാൻസാക്ഷൻസ് റിലേറ്റഡ് പാർട്ടിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24-ൻ്റെ റെലവൻസ് എന്ന് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസിനെ കുറിച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ അതിൻ്റെ ഒബ്ജക്റ്റീവിനകത്ത് പറയുന്നത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് ഫിനാൻഷ്യൽ പൊസിഷനെയും പ്രോഫിറ്റ് ആൻഡ് ലോസിനെയും എഫക്റ്റ് ചെയ്യും. അതിൻ്റെ എക്സിസ്റ്റൻസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയും ഫിനാൻഷ്യൽ പൊസിഷനെയും എഫക്റ്റ് ചെയ്യും. സോ അത് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത്, അതിന് അറ്റൻഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്റ്റാൻഡേർഡിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പും എന്തൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് അറേസ് ചെയ്യണം എന്നുള്ളതും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത്. അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് എൻറ്റിറ്റീസ് തമ്മിലുണ്ടോ, റിലേറ്റഡ് പാർട്ടീസ് തമ്മിൽ ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസസ് ഉണ്ടോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു സർക്കംസ്റ്റാൻസസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുണ്ടോ അത് മനസ്സിലാക്കുക. പിന്നെ എങ്ങനെയായിരിക്കണം ഡിസ്ക്ലോസ് ചെയ്യേണ്ടത്, ഓരോ സർക്കംസ്റ്റാൻസസും ഓരോ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസും എങ്ങനെയായിരിക്കണം റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യവും കൂടെ വ്യക്തമായിട്ട് പറയാന്നുള്ളത്. സോ ഇതിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് റിലേറ്റഡ് പാർട്ടി? റിലേറ്റഡ് പാർട്ടി പറഞ്ഞാൽ ഒരു പേഴ്സണോ എൻറ്റിറ്റിയോ ആവാം. ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണോ എൻറ്റിറ്റിയോ ആണ് റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത്. ആ പേഴ്സൺ എന്ന് പറയുന്നത് ചിലപ്പോൾ റിലേറ്റഡ് വിത്ത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് ക്ലോസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ഫാമിലി മെമ്പർ ആവാം. മേ ബി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു ഫാമിലി മെമ്പർ ആവാം എന്നുള്ളത് പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ കൺട്രോളിലുള്ളതോ അല്ലെങ്കിൽ ജോയിൻറ്റ് കൺട്രോളിലുള്ളതോ ആയിട്ടുള്ള ഒരു എൻറ്റിറ്റി ആവാം. അതേപോലെ തന്നെ റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള ഏതെങ്കിലും ഒരു പേഴ്സണോ എൻറ്റിറ്റിയോ ആവാം. റിപ്പോർട്ടിംഗ് എൻറ്റിറ്റീൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ടീമിൽ ഒരു കീ റോള് വഹിക്കുന്ന ഏതെങ്കിലും ഒരു മെമ്പർ ആയിരിക്കാം. സോ ഒരു എൻറ്റിറ്റി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായി റിലേറ്റഡ് ആണ് എന്ന് പറയുകയാണെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യണം. സോ അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറയണത്. അതായത് എൻറ്റിറ്റി റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയിൽ മെമ്പർ, ആ സെയിം ഗ്രൂപ്പിലെ മെമ്പർ ആവാം. അങ്ങനെയാണെങ്കിൽ റിലേറ്റഡ് പാർട്ടി എന്ന് പറയാം. സെയിം ഗ്രൂപ്പിൽ മെമ്പറാണ് റിലേറ്റഡ് പാർട്ടിയും റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും എങ്കിൽ അവിടെ റിലേഷൻ ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ എൻറ്റിറ്റി വേറൊരു എൻറ്റിറ്റിയുടെ അസോസിയേറ്റോ ജോയിൻറ്റ് വെഞ്ചറോ ആണെങ്കിൽ അപ്പോഴും നമ്മൾ റിലേഷൻ ഉണ്ടെന്ന് പറയാം. അതേപോലെ തന്നെ രണ്ട് എൻറ്റിറ്റിയും, അതായത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയും റിലേറ്റഡ് എൻറ്റിറ്റി രണ്ടും വേറൊരു തേർഡ് പാർട്ടിയുടെ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ അവിടെയും റിലേഷൻ ഉണ്ട്. ഒരു എൻറ്റിറ്റി തേർഡ് എൻറ്റിറ്റീൻ്റെ ജോയിൻറ്റ് വെഞ്ചർ ആണെങ്കിൽ അല്ലെങ്കിൽ തേർഡ് എൻറ്റിറ്റിയുടെ ഏതെങ്കിലും ഒരു അസോസിയേറ്റ് ആണെങ്കിൽ അവിടെയും റിലേഷൻ ഉണ്ട്. എൻറ്റിറ്റിക്ക് പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ് പ്ലാൻ ഉണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഒരു പേഴ്സൺ എൻറ്റിറ്റിയുമായി സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ, സോ എൻറ്റിറ്റി കൺട്രോൾഡ്, വേറെ ആരെങ്കിലും കൺട്രോൾ ചെയ്യുന്ന എൻറ്റിറ്റി ആണ്, അല്ലെങ്കിൽ ജോയിൻ്റ്ലി കൺട്രോൾഡ് ചെയ്യുന്നത് വേറെ കുറച്ച് ആളുകൾ, ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ജോയിൻ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആണെങ്കിൽ അതും ഇതിനകത്ത് വരുന്നതാണ്. അതേപോലെ തന്നെ കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് മെമ്പർ അതിനകത്ത് ഉണ്ടെങ്കിൽ. പിന്നെ റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ റിസോഴ്സസ്, സർവീസസ് ഇതൊക്കെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട്
എന്ത് ഒരു എക്സ്ചേഞ്ച് ചെയ്യുക, അതായത് ട്രാൻസാക്ഷൻസ് നടക്കുക, പരസ്പരം റിസോഴ്സസ്, സർവീസ്, ഒബ്ലിഗേഷൻസ് ഇതൊക്കെ ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് മെയിനായിട്ട് ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിന് പൈസ ചാർജ് ചെയ്യാം, ചാർജ് ചെയ്യാതിരിക്കാം. അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഒരു റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുമായിട്ട് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഫാമിലി മെമ്പറോ ഇൻഡിവിജ്വലോ അങ്ങനെ ആരും ആവാം, എൻറ്റിറ്റിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻസിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിവുള്ള ഒരു ആൾ, അത്രയ്ക്ക് റിലേഷനുള്ള ഒരാൾ മീൻസ് ഇതൊരു എൻറ്റിറ്റിയും ആവാം. സോ അതിനകത്ത് ആർക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാന്നുള്ളത് കാര്യം പറയുന്നുണ്ട്. ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് പാർട്ട്ണർക്ക് അവരുടെ ചിൽഡ്രന്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ഡൊമസ്റ്റിക് പാർട്ട്നേഴ്സിൻ്റെ ചിൽഡ്രന്, ഇൻഡിവിജ്വൽസിൻ്റെ ഡിപ്പെൻഡൻസിന് അവർക്കൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്താണെന്ന് പറയുന്നത്. കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറഞ്ഞാൽ ഒരു എൻറ്റിറ്റി, അതായത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ പ്ലാനിങ്, ഡയറക്റ്റിംഗ്, കൺട്രോളിങ് പോലുള്ള ആക്ടിവിറ്റീസിൽ ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഉള്ള ആളിനെയാണ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഡിസ്ക്ലോഷറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡിസ്ക്ലോഷറിനകത്ത് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാരൻറ്റും സബ്സിഡറിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. റിലേറ്റഡ് പാർട്ടീസുമായിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇവിടെ നമ്മൾ റിലേറ്റഡ് പാർട്ടി എന്ന് പറയുന്നത് റിപ്പോർട്ടിംഗ് എൻറ്റിറ്റിയുടെ സബ്സിഡറി ആവാം. സോ പാരൻ്റ് ആണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലാതെ കൺട്രോൾഡ് ആയിട്ടുള്ള ആ ഒരു പാർട്ടി അല്ല. നെക്സ്റ്റ് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ കോമ്പൻസേഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതായത് ഷോർട്ട് ടേം എംപ്ലോയി ബെനിഫിറ്റ്സ്, പോസ്റ്റ് എംപ്ലോയ്മെൻറ്റ് ബെനിഫിറ്റ്സ്, അതർ ലോങ് ടേം ബെനിഫിറ്റ്സ്, ടെർമിനേഷൻ ബെനിഫിറ്റ്സ്, ഷെയർ ബേസ്ഡ് പേയ്മെൻറ്റ്സ് ഇതൊക്കെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ റിലേറ്റഡ് പാർട്ടി റിലേഷൻഷിപ്പ് ഏത് നേച്ചറിലുള്ളതാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കീ മാനേജ്മെൻറ്റ് പേഴ്സണൽ കോമ്പൻസേഷനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് എത്ര എമൗണ്ട് ആണ് പരസ്പരം ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്, ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസുകൾ എത്രയുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം. പിന്നെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അത് സെക്യൂർഡ് ആണോ, ഗ്യാരണ്ടി കൊടുത്തിട്ടുള്ളതാണോ, അതിൻ്റെ കൺസിഡറേഷൻ എങ്ങനെയാണ്, പേയ്മെൻറ്റ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ക്ലോസ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഡൗട്ട്ഫുൾ ഡെറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. എക്സ്പെൻസസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതേപോലെ തന്നെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 പാരഗ്രാഫ് 17 കുറച്ച് കാറ്റഗറിയും കൂടെ പറയുന്നുണ്ട്. അതായത് എന്തൊക്കെ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യണം എന്നുള്ളത്. പാരൻറ്റ് കമ്പനി ഉണ്ടെങ്കിൽ ആ പാരൻറ്റിനെ കുറിച്ചിട്ട്, അവരുടെ ജോയിൻറ്റ് കൺട്രോളിലുള്ള എൻറ്റിറ്റീസിനെ കുറിച്ചിട്ട്, ആ എൻറ്റിറ്റിയുമായിട്ട് സിഗ്നിഫിക്കൻറ്റ് ഇൻഫ്ലുവൻസ് ഉള്ള എൻറ്റിറ്റിനെ കുറിച്ചിട്ട്, സബ്സിഡറീസിനെ കുറിച്ചിട്ട്, അസോസിയേറ്റ്സിനെ കുറിച്ചിട്ട്, ജോയിൻറ്റ് വെഞ്ചർ ആ എൻറ്റിറ്റിയുമായിട്ട് ഏതെങ്കിലും കമ്പനീസിനുണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട്, എൻറ്റിറ്റിയുടെ സബ്സിഡറി ആണെങ്കിലും പാരൻ്റ് ആണെങ്കിലും അതിൻ്റെ കീ മാനേജ്മെൻറ്റ് പേഴ്സണലിനെ കുറിച്ചിട്ട്, അതർ റിലേറ്റഡ് പാർട്ടീസ് മറ്റേതെങ്കിലും റിലേറ്റഡ് പാർട്ടീസ് ഉണ്ടെങ്കിൽ അവരെ കുറിച്ചിട്ട്, ഇത്രയും കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് ഇതിനകത്ത് പറയണത്. അപ്പോൾ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 പറയണത് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻസ് എല്ലാം തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 8 ആണ് പറയാനുള്ളത്. അക്കൗണ്ടിംഗ് പോളിസീസ്, ചേഞ്ചസ് ഇൻ അക്കൗണ്ടിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആൻഡ് എറേഴ്സ് ആണ്. സോ ഇപ്പോൾ പറഞ്ഞ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 24 ഇതും പ്രോബ്ലംസ് തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ, മേ ബി ചോദിക്കാം. ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്തിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ചോദിക്കാം. നിങ്ങൾക്ക് റീഡ് ചെയ്യേണ്ട കാര്യമുള്ളൂ അതിനകത്ത്, പ്രോബ്ലമാറ്റിക് ആയിട്ട് വലിച്ചു വാരി ചെയ്തു തരേണ്ട അത്രയൊന്നുമില്ല. സോ ഇതിനെങ്കിലുള്ളൊരു എഫേർട്ട് നിങ്ങൾ എടുക്കുക. കാരണം നിങ്ങൾക്ക് വേറെ അതർ ആക്ടിവിറ്റീസ് ഒന്നും തന്നിട്ടില്ല. സോ ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ഡിസ്ക്ലോഷർ ബേസ്ഡ് അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് എന്നുള്ള ചാപ്റ്ററിൽ തിയററ്റിക്കൽ ആയിട്ടുള്ള ഏരിയ മാത്രം ഞാൻ പറയുള്ളൂ. അതിനകത്തുള്ള കുട്ടി കുട്ടി പ്രോബ്ലംസ് നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, നോട്ട് എഴുതി വയ്ക്കുക. എപ്പോഴെങ്കിലും ക്ലാസ്സിന് തുടങ്ങുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ നോട്ട് ഞാൻ ചെക്ക് ചെയ്തോളാം.